മോദിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 സീനുകൾ ദുരന്തറിൽ ഇട്ടുണ്ട് എന്നല്ലാണ്ട് ഈ സിനിമയിൽ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ഒരു സിനിമ ഡയറക്ടർക്ക് കഴിയുകയാണെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. 2000 മുതലുള്ള എല്ലാ റിയൽ ഇൻസിഡൻസും സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് BJPയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ച പോലെ എനിക്ക് പലപ്പോഴും തോന്നി. ദുരന്തർ 1-ലാണെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻസ് എങ്ങനെയായിരുന്നോ അങ്ങനെ കാണിക്കുകയും ചെയ്ത്. പക്ഷെ ദുരന്തർ 2-ല് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉപയോഗിച്ചു. അതെല്ലാം BJPക്ക് സപ്പോർട്ടായിട്ടാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഇമോഷണൽ ട്രിഗറിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ നോട്ട് നിരോധനം കാരണം നരേന്ദ്രമോദി നമ്മൾ കേരളത്തിലുള്ളവർ എല്ലാവരും പ്രാഗിയതാണ്. അതിന്റെ യഥാർത്ഥ കാരണം ഈ സിനിമയിൽ കാണിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ എന്ന് നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു പോകും. ഈ സിനിമ എന്തായാലും 90s കിഡ്സിനും 80s കിഡ്സിനും ഒക്കെയാണ് കൂടുതൽ കണക്ട് ആവുക. കാരണം അവരെല്ലാം ഈ ഇൻസിഡൻസ് അന്ന് റിയൽ ആയിട്ട് കണ്ടവരായിരിക്കും. ഇതിന്റെ എഫക്ട് എന്താ വെച്ചാൽ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ BJPനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തും തുടങ്ങും. റിയൽ ഇൻസിഡൻസ് ആണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ റിയൽ കോംപ്ലക്സ് നന്നായിട്ട് തന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റോറി 2 പോലെ മുസ്ലിംസ് എല്ലാം ഊളകളാണെന്ന് കാണിക്കുന്നതിന് പകരം ഇവിടെ നല്ല മുസ്ലിമും മോശം മുസ്ലിമും ഉണ്ട്, നല്ലവര് വളരെ കുറച്ചേ ഉള്ളൂ എന്ന രീതിയിൽ ആദിത്യദർ കാണിച്ചത് അത് നല്ല പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. റിയൽ ഇൻസിഡൻസ് ഈ സിനിമയിൽ കൊടുത്തപ്പോൾ അതെല്ലാം BJPയുടെ പക്ഷത്തേക്ക് മാറ്റിയത് അത് ശരിക്കും പറഞ്ഞ വെറും പ്രൊപ്പഗാൻഡ തന്നെയായിരുന്നു. ദുരന്തർ പാർട്ട് 1-ല് റിയൽ ഇൻസിഡൻസ് ശരിക്കും എടുത്തു കാണിക്കുകയോ ചെയ്തെങ്കിൽ ഇതിൽ റിയൽ ഇൻസിഡൻസ് BJPന്റെ പക്ഷമാക്കി മാറ്റുകയോ ചെയ്തിരിക്കുന്നത്. ഇത് സിനിമയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു പക്ഷം മാത്രം പിടിക്കുകയോ ചെയ്തത്. റിയൽ ഹിസ്റ്ററി കാണിക്കേണ്ട സിനിമ ഹിസ്റ്ററി വീണ്ടും റീറൈറ്റ് ചെയ്ത പോലെയാണ് തോന്നിയത്. ഈ കമാര സംഭവം നിങ്ങൾ കണ്ടിട്ടില്ല. ആ സിനിമയിൽ എങ്ങനെയാണ് റിയൽ ഇൻസിഡന്റ് വേറെ, സിനിമയിൽ കാണിച്ചത് വേറെ. അതുപോലെ തന്നെയാണ് ദുരന്തറിലും നടന്നിരിക്കുന്നത്. സിനിമ എന്ത് BJP പക്ഷം പിടിച്ചാലും 4 മണിക്കൂർ ഉണ്ടെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും സിനിമ നന്നായിട്ട് തന്നെ കണ്ട് ആസ്വദിക്കുക തന്നെ ഞാൻ ചെയ്തു. ഒരു തവണ പോലും മൊബൈലിൽ നോണ്ടാണ്ട് സിനിമ കണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്തു.